ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. രാവിലെ സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പം ഞാനിതാ ചോറൊക്കെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയങ്ങളിലൊക്കെ എല്ലാ സ്ഥലത്തും നല്ല മഴയാണ്. പക്ഷേ പാലക്കാട് വലിയ മഴയൊന്നുമില്ല. ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലാണ്. കാര്യമായിട്ട് മഴയൊന്നും പാലക്കാട് കിട്ടിയിട്ടില്ല. ചില സമയങ്ങളിൽ പെയ്യും. ഇന്നൊക്കെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറിന് കറി വയ്ക്കുന്നത് മോര് കറിയാണ്. പിന്നെ വെള്ളപ്പയർ ഉപ്പേരിയാണ്. വെള്ളപ്പയർ പറഞ്ഞാൽ വൻപയർ എന്ന് പറയും. നമ്മുടെ പാലക്കാടൊക്കെ വെള്ളപ്പയർ എന്നാണ് പറയുക. അത് ഉപ്പേരിയും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പയർ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. പുട്ടും കടലക്കറിയാണ്. അപ്പോൾ തേങ്ങയില്ല. അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് തേങ്ങ പൊളിച്ചെടുക്കുകയാണ്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ തേങ്ങയെല്ലാം പൊളിച്ച് ഉള്ളിൽ കൊണ്ടുവന്ന് അത് ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മോരുകറി വെക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയൊന്നും ഇടാണ്ട് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് സാധാരണ രീതിയിലുള്ള മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടും നല്ലതാണല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് മോരുകറി. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് വെക്കുന്നത്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം മോര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കും. ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കും, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടങ്ങ് എടുക്കും. അങ്ങനെ ഒരു രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്കറിയില്ല. തേങ്ങ അരച്ചിട്ടും വെക്കുക, പക്ഷെ വേഗം കേടാവും. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ. കുറേ ദിവസം പറഞ്ഞാൽ 2-3 ദിവസം. കുട്ടികൾക്ക് സ്കൂളിലുള്ള സമയങ്ങളിൽ എല്ലാവർക്കും രാവിലെ നല്ല തിരക്കാണല്ലോ. അപ്പോൾ അവർക്ക് 8:30 ആകുമ്പോഴത്തേനും പോകണം. അപ്പോഴത്തേനും ചോറും കറിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആവണം. 8:30 ആകുമ്പോഴത്തേനും അവർക്ക് പോവാൻ സമയമാവും. അപ്പോൾ അതിൻ്റെ നല്ല തിരക്കിലാണ് കേട്ടോ. രാവിലെ നല്ല തിരക്കാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയെല്ലാം വഴറ്റിയിട്ട് മോര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തിളയ്ക്കാണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവുമ്പം അത് അങ്ങോട്ട് വാങ്ങി വെക്കണം. അപ്പോഴത്തേനും നമ്മുടെ പയർ വെന്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കടുകെല്ലാം പൊട്ടിച്ച് ഇത്തിരി ഉള്ളിയെല്ലാം വഴറ്റി അതും കൂടി ഇങ്ങനെ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുഴഞ്ഞ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മുടെ മോരുകറി ആയിട്ടുണ്ട്, പയർ തോരനും കൂടി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ചോറെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം സ്കൂളിൽ പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം അടുക്കളയത്തെ പണിയെല്ലാം കഴിഞ്ഞു. പുട്ടൊക്കെ ഉണ്ടാക്കി കുട്ടികളൊക്കെ പോയിട്ടോ. എല്ലാം കഴിച്ച് അവർ പോയി. സമയം 9 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അടുക്കളയൊന്ന് ചെറുതായിട്ട് നമ്മുടെ കബോർഡൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. വലിയ പൊടിയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നും തുടയ്ക്കുകയാണെങ്കിൽ വലിയ പൊടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഒരുവിധം എല്ലാ ദിവസവും തുടയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതാ അടുക്കളയത്തെ ക്ലീനിങ്ങും പുറത്തുള്ള അടിച്ചുവാരലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പം ഞാനിതാ കുറച്ച് മുത്താറി കാച്ചി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് പുട്ടുണ്ടാക്കി കുറച്ച് മുത്താറി കൂടി കാച്ചിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാം കുടിച്ചു. ഞാനിതാ കുടിച്ചിട്ടാണ് അവർ സ്കൂളിൽ പോയത്. അപ്പം ഞാനിതാ അത് കുറച്ച് കുടിക്കുകയാണ്. ഇത്രയും പണിയെടുത്തപ്പോഴത്തേന് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇവിടെ ഇരുന്ന് കുടിക്കുകയാണ്. പിന്നെ ഇതാ ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.